എൻ്റെ പേര് ഫാത്തിമ എന്നാകുന്നു എങ്ങനെ അറബിയിൽ പറയാം? ഇസ്മി ഫാത്തിമ. അപ്പോൾ എൻ്റെ പേര് ഫാത്തിമ എന്നാകുന്നു എന്ന് അറബിയിൽ പറയാം ഇസ്മി ഫാത്തിമ. എൻ്റെ പേര്, അതിനാണ് ഇസ്മി എന്ന് പറയാം. ഇസ്മ എന്ന് പറഞ്ഞാൽ നെയ്മ്, പേര് എന്നാണ്. അപ്പോൾ എൻ്റെ പേര് മൈ നെയ്മീസ് എന്നുള്ളതിന് പറയാം ഇസ്മി. അപ്പോൾ മൈ നെയ്മീസ് ഫാത്തിമ എന്നുള്ളതിന് ഇസ്മി ഫാത്തിമ എന്ന് പറയും. പിന്നെ നമ്മൾ പറയും നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, ഐ ആം ഫ്രം എന്ന് പറയും അല്ലേ. അപ്പോൾ ഐ ആം ഫ്രം ഇന്ത്യ എന്നുള്ളതിന് എന്താ അറബിയിൽ പറയാം? അന മിനൽ ഹിന്ദ്. എന്താ പറയാ? അന മിനൽ ഹിന്ദ്, ഞാൻ ഇന്ത്യക്കാരനാണ്. അന എന്ന് പറഞ്ഞാൽ ഐ ആം ഞാൻ, മിനൽ ഹിന്ദ് ഫ്രം ഇന്ത്യ. മിന എന്ന് പറഞ്ഞാൽ ഫ്രം, ഹിന്ദ് പറഞ്ഞാൽ ഇന്ത്യ. ഐ ആം ഫ്രം ഇന്ത്യ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ജോലി എന്താ എന്ന് എങ്ങനെ അറബിയിൽ പറയാം എന്ന് നോക്കാം. ഉദാഹരണത്തിന് ഞാൻ അൽബറക്ക എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് എങ്ങനെ അറബിയിൽ പറയാം? അന അഅമൽ ഫി ശരിക അൽബറക. എന്താണ് പറയാ? അന അഅമൽ ഫി ശരിക അൽബറക്ക, ഞാൻ അൽബറക്ക എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അന എന്ന് പറഞ്ഞാൽ അയാം, അന ഞാൻ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. അമലു എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നു, ഞാൻ ജോലി ചെയ്യുന്നു എന്നാണ്. ഫി ശരിക്കത്തി, ശരിക്ക എന്ന് പറഞ്ഞാൽ കമ്പനി എന്നാണ്. അൽബറക്ക എന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ഹോബി എങ്ങനെ അറബിയിൽ പറയാം? എൻ്റെ ഹോബി വായനയാണ്, എൻ്റെ ഹോബി എന്നെങ്ങനെ അറബിയിൽ പറയാം? അന ഹിവായത്തി അൽ ഖിറാഅ. എന്താ പറയാ? അന ഹിവായത്തി അൽ ഖിറാഅ. ഹിവായത്ത് എന്ന് പറഞ്ഞാൽ ഹോബി എന്നാണ്. അന ഹിവായത്തി, എൻ്റെ ഹോബി അൽ ഖിറാഅ, വായനയാണ് എൻ്റെ ഹോബി. അതേപോലെ ഉദാഹരണത്തിന് ഒരു ഫുട്ബോൾ കളി താല്പര്യമുള്ള ഒരാൾ എങ്ങനെ പറയാം? അന ഹിവായത്തി കുറത്തുൽ ഖദം. അന ഹിവായത്തി കുറത്തുൽ ഖദം. കുറത്തുൽ ഖദം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളി. പിന്നെ നല്ല എഴുതാൻ ഇഷ്ടമുള്ള ഒരാൾ എങ്ങനെ പറയാം? അന ഹിവായത്തി അൽ കിതാബ. അന ഹിവായത്തി അൽ കിതാബ എന്ന് പറയും. ഇനി നമ്മുടെ അംബീഷൻ എങ്ങനെ നമുക്ക് പറയാൻ നോക്കാം. ഉദാഹരണത്തിന് എനിക്കൊരു അധ്യാപകനാവാനാണ് ആഗ്രഹം. അതെങ്ങനെ അറബിയിൽ പറയാ? ഹുൽമി അൻ അകൂന മുദർരിസൻ. എന്താ പറയാ? ഹുൽമി അൻ അകൂന മുദർരിസൻ. ഹുൽമി എൻ്റെ ആഗ്രഹം, അൻ അകൂന മുദർരിസൻ ഒരു അധ്യാപകനാവാനാണ് ആഗ്രഹം. മുദരിസ് എന്ന് പറഞ്ഞാൽ അധ്യാപകൻ, അൻ അകൂന ആവാൻ, എനിക്ക് ഒരു അധ്യാപകനാവാനാണ് എൻ്റെ ആഗ്രഹം. ഇനിയിപ്പോൾ ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹമുള്ളവരെങ്ങനെ പറയാം? ഹുൽമി അൻ അകൂന തബീബൻ. ഇനി നേഴ്സാണെങ്കിലോ? ഹുൽമി അൻ അകൂന മുമദ്ദിദ.